ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫർഗാനയിലെ മെയിൻ ക്യാമ്പസിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായ ആനിയാണ്. അപ്പോൾ ആനിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എന്തുണ്ട് മോളെ വിശേഷം? സുഖമായിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് എവിടെയാ മോളുടെ സ്ഥലം വരുന്നത്? നെയ്യാർ ഡാം ആണ്. ഓക്കെ, എങ്ങനെയുണ്ട്? വീടൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഒരു കുഞ്ഞുവാവയൊക്കെ ഉള്ളതല്ലേ, മിസ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അഡ്ജസ്റ്റ് ആയിരുന്നു മോളെങ്ങനെ? വീട്ടില് ഓക്കെ ആണ്? വീഡിയോ കോളൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് മോളെ ഫർഗാന? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, എങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ പോകുന്നത്? ക്ലാസ് ഒക്കെ നല്ല പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഏത് സമയത്തായാലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. മലയാളി ഫാക്കൽറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. രോഹിത് സാറുണ്ട്. മെയിൻ സബ്ജക്റ്റായ അനാട്ടമിയാണ് സാർ പഠിപ്പിക്കുന്നത്. നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹെൽപ്പിംഗ് ആണ്. എങ്ങനെയാണ് നിങ്ങളിപ്പോ ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ ഫാക്കൽറ്റി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു അപ്രോച്ച്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എല്ലാരും ഞങ്ങളോട് നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങളിപ്പോ മാർക്കറ്റിൽ തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് ഞങ്ങളിപ്പം ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ട്. എല്ലാരും നല്ല സ്നേഹമാണ് ഞങ്ങളടുത്ത്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. ഓക്കെ. നമ്മള് ഇവിടുത്തെ ഇപ്പൊ ഹോസ്റ്റലായാലും മെസ്സായാലും അതൊക്കെ എങ്ങനെയാ വരുന്നത്? നിങ്ങൾ എത്ര ബെഡ് ഷെയറിംഗ് ആ വരുന്നത് ഹോസ്റ്റലിനകത്തേക്ക്? ഞങ്ങൾക്ക് 4 ഷെയറിംഗ് ഉണ്ട്, 6 ഷെയറിംഗ് ഉണ്ട്, 8 ഷെയറിംഗ് ഉണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്. ഞങ്ങളിപ്പം 5 പേരാണ് ഒരു റൂമിലുള്ളത്. ഫുഡൊക്കെ എങ്ങനെയാ മോളെ? ഫുഡ് കുഴപ്പമില്ല. ഞങ്ങള് ഇന്ത്യൻ ഫുഡാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഇപ്പോൾ സെലിബ്രേഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കേരളത്തിലായാലും ഓണം, ക്രിസ്മസ്, ഈദ് ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ മിസ് ചെയ്യാറുണ്ടോ? അതോ നിങ്ങൾ ഇവിടെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സെലിബ്രേഷൻ ഞങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. ഇപ്പോ നോർത്ത് ഇന്ത്യൻസിലുള്ള സ്റ്റുഡൻസും ഉണ്ടല്ലോ, അപ്പൊ അവരുടെ സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് തന്നെയാണോ ചെയ്യുന്നത്? ആണ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് വന്നപ്പോ നിങ്ങൾ വിചാരിച്ചായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ഒരു കൺട്രി ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഫർഗാന ഇങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ആ സമയത്ത് പേടിയായിരുന്നു. പുതിയൊരു സ്ഥലത്ത് വരുന്നു, പരിചയമില്ലാത്ത ആൾക്കാർ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയി. സീനിയേഴ്സ് ആയാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. ഇവിടെ റാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാരും ഒരുപോലെ ആണ്. ഓക്കെയാണ് ഞങ്ങൾ ഇവിടെ ആയിട്ട്. എങ്ങനെയാ മോളെ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വന്നിരുന്നത്? എവിടെന്നാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്, അപ്പൊ ഓൺ ടൈം അല്ലേ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും? ഇപ്പൊ ഇനി 2 months കഴിഞ്ഞിട്ടല്ലേ വരുന്നത്? ഓക്കെ, ഇപ്പൊ എങ്ങനെയാ നാട്ടിലെന്ന് വന്നത്? ഞങ്ങള് കൊച്ചിന്ന് ഷാർജയിൽ വന്നു, ഷാർജയിൽ നിന്ന് താഷ്കന്റ് വന്നു. അവിടെ നിന്ന് ഞങ്ങൾ ടാക്സിയിലാണ് ഫർഗാനയ്ക്ക് വന്നത്. ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലോ. ഇപ്പൊ താഷ്കന്റ് ടു ഫർഗാന ആയാലും നമുക്കിപ്പോ ഫ്ലൈറ്റ് അവൈലബിൾ ആണല്ലോ. ഓക്കെ. ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ മോളെ? ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ആയാലും ബാക്കി ലോക്കൽസ് നിങ്ങളുടെ അടുത്തുള്ള ഒരു അപ്രോച്ച്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ക്ലൈമറ്റ് ഒക്കെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. തണുപ്പാണെന്നാലും അഡ്ജസ്റ്റ് ആവും നമ്മള്. പിന്നെ ലോക്കൽസ് ആയാലും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇവിടുന്ന് വേറെ ഒരു രീതിയിലുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വേറെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി. ഇപ്പൊ നോർമലി ഇപ്പോ കേരളത്തിലുള്ള ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് എന്തായിരിക്കും മോക്ക് പറയാൻ പറ്റുന്ന ഫർഗാനയെ കുറിച്ച്? ഫർഗാനയിൽ വന്ന എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? ഇവിടെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് വീട് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നുണ്ട്. അനാട്ടമിയൊക്കെ ആയാലും ഞങ്ങളുടെ മെയിൻ സബ്ജക്റ്റാണ്. ഞങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു കോളേജാണ്. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ്. അപ്പോൾ മോള് 100% ഓക്കെയാണ് ഈ കോളേജിൽ. എല്ലാം കൊണ്ട് ആള് ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. ഇപ്പോൾ ഫർഗാനയിൽ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.